23 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 14, 2000 ഹിറ്റ് മേക്കർ മണിരത്നത്തിൻ്റെ ഒരു സിനിമ റിലീസിന് വന്ന ദിവസം. അന്നിറങ്ങിയ മറ്റ് പടങ്ങൾക്കൊപ്പം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ സിനിമയെ പറ്റിയായിരുന്നു. റൊമാൻറ്റിക് മ്യൂസിക് ജേണറിൽ പുറത്തിറങ്ങിയ അലൈപായുതേ. പടം വിജയം കണ്ടെത്തിയെങ്കിലും അതിലെ നായകനെ ആരും അങ്ങനെ മറന്നില്ല. ചെവിയിൽ ഹെഡ്ഫോൺസും മുഖത്തൊരു കറുത്ത കണ്ണടയും പിന്നെ ഒരു നീല ഷർട്ടും അകത്തൊരു വെള്ള ബനിയനും ഇട്ടുകൊണ്ട് ബൈക്കിൽ വന്ന മനുഷ്യൻ. ആ ഒരൊറ്റ സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ചോക്ലേറ്റ് ഹീറോ എന്ന സ്ഥാനം ഉറപ്പിച്ചു. ഫാൻസുകാർ സ്നേഹത്തോടെ മാഡി എന്ന് വിളിക്കുന്ന ആർ മാധവൻ എന്ന രംഗനാഥൻ മാധവൻ. 1970 ജൂൺ 1 മാധവന്റെ ജനനം. സ്കൂൾ പഠനത്തിൽ വളരെ മുമ്പിലായിരുന്ന മാധവൻ അതിനാൽ സ്കോളർഷിപ്പോടെ കാനഡയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി. ഇലക്ട്രോണിക്സിൽ BA എടുത്തു. എന്നാൽ ഈ സമയത്തായിരുന്നു പബ്ലിക് സ്പീക്കർ എന്ന ആഗ്രഹം മനസ്സിൽ വന്നത്. വീട്ടുകാരുടെ എതിർപ്പിൽ പബ്ലിക് സ്പീക്കിങ്ങിൽ MA കരസ്ഥമാക്കി. മാധവന്റെ ജീവിതം പിന്നീടും ഒരു ഭാഗ്യ പരീക്ഷണമായി മാറി. മുംബൈയിലെത്തിയ മാധവൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിനും പബ്ലിക് സ്പീക്കിങ്ങിലുമായി തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചു. മാധവൻ്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിക്കപ്പെടേണ്ടത് എന്ന് പറയേണ്ട സിനിമയായിരുന്നു 1997 മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇരുവരിൽ പ്രകാശ് രാജ് അവതരിപ്പിച്ച തമിഴ് സെൽവൻ എന്ന കഥാപാത്രത്തെ മാധവനെ വെച്ചായിരുന്നു ആദ്യം അഭിനയിപ്പിക്കാനിരുന്നത്. പക്ഷേ മാധവൻ അന്ന് 27 വയസ്സായിരുന്നു പ്രായം. മാത്രമല്ല, അത്രയും മുതിർന്ന ഒരു വേഷം ചെയ്യാൻ മാധവന് പക്വതയില്ലെന്നും മണിരത്നം പറഞ്ഞു. അഭിനയം എന്ന തൻ്റെ ആഗ്രഹം പക്ഷേ മാധവൻ അവിടെ വെച്ച് ഉപേക്ഷിച്ചില്ല. ബനേഗി അപ്നി ബാത്, ഘർ ജമായി, സായ എന്നീ സീരിയലുകളിൽ അഭിനയം എന്ന തൻ്റെ ആഗ്രഹത്തിന് തുടക്കം വെച്ചു. ഈ സമയത്തായിരുന്നു അലൈപായുതേ എന്ന തൻ്റെ ആദ്യത്തെ സിനിമ ഹിറ്റടിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു സിനിമയിലെ ഗാനങ്ങളും ചില സംഭാഷണങ്ങളും ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നു. പിന്നീട് വന്ന ഗൗതം വാസുദേവ് മേനോൻ്റെ ആദ്യ സിനിമയായ മിന്നലയിൽ ചോക്ലേറ്റ് ഹീറോ എന്ന സ്ഥാനം ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് വന്ന ദം ദം ദം, പാർത്താലേ പരവസം എന്നീ സിനിമകൾ ശരാശരി വിജയം കണ്ടെങ്കിലും മിന്നലയുടെ റീമേക്കായ രഹനാഹെ തേര ദിൽമയും മണിരത്നം പടമായ കണ്ണത്തിൽ മുത്തമിട്ടാലും N ലിംഗസ്വാമിയുടെ സംവിധാനത്തിൽ വന്ന റൺ, ആനന്ദ് മഹാദേവൻ പടമായ ദിൽ വിൽ പ്യാർവാർ ഒക്കെ ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം കരസ്ഥമാക്കി. 2011 ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട പടമായിരുന്നു സുന്ദർ സിയുടെ സംവിധാനത്തിൽ വന്ന കമൽഹാസൻ പടം അൻപേ ശിവം. ജാതി, മതം, രാഷ്ട്രീയം, പ്രണയം, പക, അവഗണന, ദേഷ്യം, വൈരാഗ്യം, കണ്ണീർ, സ്നേഹം, ദൈവം, യാത്ര, കമ്മ്യൂണിസം, സോഷ്യലിസം, ഭക്തി, കപടഭക്തി, മുതലാളിത്തം അങ്ങനെ കുറേ വേഷപ്പകർച്ചയിൽ മാധവനും കമൽഹാസനും ശക്തമായ സംഭാഷണത്തിൽ എഴുതി കെട്ടിപ്പൊക്കിയ സിനിമ അന്ന് തിയേറ്ററുകളിൽ വലിയ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും കാലത്തിനിപ്പുറം അൻപേ ശിവം വീണ്ടും കാണുമ്പോൾ അന്ന് പറഞ്ഞ വാക്കുകൾ കുറച്ചെങ്കിലും സത്യമാണെന്ന് തോന്നും. 2003 ബെസ്റ്റ് ആക്ടറിനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് മാധവന് കരസ്ഥമാക്കി കൊടുത്ത സിനിമയും കൂടിയായിരുന്നു അൻപേ ശിവം. പണം കൊടുത്താ കൂടെ വസതി കളിക്കാത്ത ഒരു നാട്. That's India for you. പണം കൊടുത്താ ഏത് വേണോ എപ്പോ വേണോ കിടക്കുമെന്ന് നിனைக்கிறவங்க இருக்கிற വரைக்கும் that will be India for you. പിന്നീട് വന്ന സ്ഥിരം മാധവൻ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തത കൊണ്ടുവന്ന 2 സിനിമകളായിരുന്നു ആയുധ എഴുത്തും എവനോ ഒരുവനും. നായകൻ മാത്രമല്ല വില്ലൻ വേഷവും തനിക്ക് ചേരും എന്ന് മാധവൻ ഈ സിനിമകളിൽ തെളിയിച്ചു. 2009 ഹൊറർ മിസ്റ്ററിയിൽ വന്ന പടമായിരുന്നു വിക്രം കുമാർ സംവിധാനം ചെയ്ത 13B അഥവാ യാവരും നാളും. പുതിയതായി വാങ്ങിച്ച ഫ്ലാറ്റിലേക്ക് താമസത്തിന് വരുന്ന ഒരു കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന ഭയാനകരമായ അവസ്ഥകളാണ് ഈ പടം പറയുന്നത്. പടം അന്നൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമായിരുന്നില്ല, അങ്ങ് ബോളിവുഡിലും മാധവൻ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. രാജ്കുമാർ ഹിരാനിയുടെ പടമായ 3 ഇഡിയറ്റ്സോടെ ബോളിവുഡിലേക്ക് ചുവടുമാറ്റം നടത്തിയപ്പോഴും തനിക്ക് കിട്ടിയ വേഷങ്ങൾ വളരെ ഭംഗിയോടെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. ടീൻ പത്തിയും ജൂട്ടി ഹി സഹിയും തനുവോട്സ് മനു റിട്ടേൺസുമൊക്കെ ബോളിവുഡിലെ മാധവന് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. സുധാ കോങ്കറയുടെ ഇറുതി സുട്രു എന്ന സിനിമയിലൂടെ വീണ്ടും തമിഴിലേക്ക് തിരിച്ചുവരവ് നടത്തിയ മാധവൻ 2017 വന്ന വിക്രം വേദ എന്ന സിനിമയിൽ ഗംഭീര അഭിനയ മിഴിവായിരുന്നു കാഴ്ചവെച്ചത്. പിന്നീട് പല വിജയ-പരാജയ ചിത്രങ്ങൾ വന്നെങ്കിലും 2022 ISR ഉദ്യോഗസ്ഥനായ നമ്പി നാരായണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മാധവൻ എഴുതി സംവിധാനം ചെയ്ത റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം എന്നീ 6 ഭാഷകളിലായാണ് റിലീസ് ചെയ്തത്.
സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ഗംഭീര സ്വീകാര്യതയായിരുന്നു അന്ന് ലഭിച്ചത്. 2023 95th അക്കാഡമി അവാർഡും നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിമും റോക്കട്രിക്ക് ലഭിച്ചു. मुझे तुम लोगों से कोई कैरेक्टर सर्टिफिकेशन नहीं चाहिए, ना ही मैं यहाँ कोई पॉपुलैरिटी कॉन्टेस्ट जीतने आया हूँ. एक मिशन के लिए आए हैं. There's no time. अब सितारों तक पहुंचाने वाली जिम्मेदारी तुम्हारी. क्या समझ रखा है मुझे? 2023 OTT റിലീസായി വന്ന റെയിൽവേ മാൻ എന്ന സീരീസും ഒരു വലിയ വിജയം തന്നെയായിരുന്നു. ഇപ്പോഴിതാ വികാസ് പവാൽ സിനിമയായ സെയ്ത്താനിൽ എത്തി നിൽക്കുന്നു. മാധവനെ കൂടാതെ അജയ് ദേവഗണ്ണും ജ്യോതികയുമാണ് ഈ സിനിമയിൽ മറ്റ് താരങ്ങൾ. ദേവഗൺ ഫിലിംസിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ മാർച്ച് 7 തിയേറ്ററുകളിലെത്തും. 10-15 मिनट का सवाल है, चार्ज होते ही मैं चला जाऊंगा. आप बैठिए, मैं चार्जर लेकर. Kabir, I need that man out of the house. सिर्फ 15 मिनट की बात है. I think you should leave now. आप शायद समझे नहीं, मैं नहीं जाने वाला. जानी अपने डैड को रोको तो क्या कर रही है? डैड ये कहीं नहीं जाएंगे. जानवी साइड हो जा. എസ് ശശികാന്തിൻ്റെ ടെസ്റ്റാണ് മാധവൻ്റേതായി ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന സിനിമ. ഇതിനിടയിൽ JD നായിഡുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മാധവൻ പ്രധാന വേഷത്തിലെത്തുന്നു എന്ന് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. അതെ, കാലചക്രം ഒരുപാട് മുന്നോട്ട് നീങ്ങി. ആ പഴയ ചോക്ലേറ്റ് ഹീറോ ഇന്നും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി നിലകൊള്ളുകയാണ്. തനിക്ക് കിട്ടുന്ന വേഷങ്ങൾ വളരെ തന്മയത്വത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അഭിനയിച്ചു കാണിക്കുന്ന നായകന് അന്നും ഇന്നും എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം നിലനിൽക്കുന്നുണ്ട്.